ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീടുകളിൽ കേക്കിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. അതിനകത്ത് മെയിനായിട്ടുള്ളതാണ് ഫ്രൂട്ട്സുകളൊക്കെ സോക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട്സ് എങ്ങനെ സോക്ക് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അതിനായിട്ട് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒരു ബോട്ടിൽ വേണം. ഗ്ലാസ് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൂട്ട്സുകളെല്ലാം ചോപ്പ് ചെയ്ത് ചേർക്കണം. അപ്പോൾ ചില ഫ്രൂട്ട്സ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം പരിചയമില്ലാത്ത ഫ്രൂട്ട്സൊക്കെ ഞാൻ ചോപ്പ് ചെയ്യാതാണ് വെച്ചേക്കുന്നത്. ഇവിടെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് അത് നമുക്ക് ഇടാനായിട്ടുള്ള മുന്തിരിങ്ങ, ഡ്രൈ ഗ്രേപ്സ്. ഇതൊരു 150 ഗ്രാം, ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. കപ്പിൽ അളന്ന് വെച്ചപ്പം ടൂട്ടി ഫ്രൂട്ടി കുറച്ചതിനകത്ത് വീണിട്ടുണ്ട്, സാരമില്ല. പലതും മെഷർ ചെയ്തെടുക്കുമ്പോൾ വന്നേക്കുന്നതാണത്. ഇതിനകത്തേക്ക് നമ്മൾ അടുത്തായിട്ട് ഇടാനുള്ളത് ഗ്രേപ്സ്, വെളുത്ത മുന്തിരിങ്ങ, സുൽത്താനാസ്, അതും ഒരു കപ്പ് ഇടാം, 150 ഗ്രാം. അടുത്തായിട്ട് നമുക്ക് ഡേറ്റ്സ് ഉപയോഗിക്കാം. ഡേറ്റ്സ് ഒരു 150 ഗ്രാമാണ്, ഒരു കപ്പ് നിറച്ച് എടുത്തേക്കുന്നത്. ഡേറ്റ്സ് നമുക്ക് കേക്കിന് നല്ലൊരു മയം തരും, 150 ഗ്രാം. ഇത് ഫിഗ് അല്ലെ അത്തിപ്പഴം, ഇത് നമുക്ക് ഡ്രൈഡ് ആയിട്ട് കിട്ടും വാങ്ങിക്കാനായിട്ട്. ഇത് ഇതേപോലെ ചോപ്പ് ചെയ്ത് ഒരു കപ്പ് എടുത്തേക്കുന്നത്, 150 ഗ്രാം. അടുത്തായിട്ട് ബ്ലാക്ക് ഗ്രേപ്സ്, കറുത്ത മുന്തിരിങ്ങ, ഇതേപോലെ ഇരിക്കും. ഇത് ഒരു കപ്പ്, 150 ഗ്രാം. അടുത്തായിട്ട് ഞാൻ ബ്ലാക്ക് കറൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ ചെറിയ ചെറിയ മുന്തിരിങ്ങ, വളരെ ഫൈനായിട്ടുള്ള. നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഐറ്റം ഇല്ല എങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഇപ്പം ബ്ലാക്ക് കറൻസ് ഇല്ല എങ്കിൽ അതിന് പകരം ആ അളവും കൂടെ ഏതെങ്കിലും ഗ്രേപ്സ്, ഡ്രൈഡ് ഗ്രേപ്സ് ഉപയോഗിച്ചാൽ മതി. കിസ്മിസ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. 150 ഗ്രാമാണ് ചേർത്തത്. അടുത്തായിട്ട് ടൂട്ടി ഫ്രൂട്ടി. ടൂട്ടി ഫ്രൂട്ടി ഞാൻ 1.5 കപ്പ് എടുക്കുന്നത്, 250 ഗ്രാം. അടുത്തായിട്ട് ക്രാൻബെറീസ്. ക്രാൻബെറീസ് ചെറിയ പുളിയൊക്കെ തരും, എനിക്കിഷ്ടമാണ് ഫ്രൂട്ട് കേക്കിനകത്ത് ക്രാൻബെറീസ് ഇടുന്നത്. കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 50 ഗ്രാം എടുത്തിട്ടുള്ളൂ, ഒരു 1/3 കപ്പ്. നമുക്ക് ചേർക്കാനായിട്ടുള്ളത് പ്രൂൺസ്. പ്രൂൺസ് എന്ന് പറഞ്ഞാൽ പ്ലംസ് ഉണങ്ങിയതാണ്. ഇത് ചോപ്പ് ചെയ്ത് കാണിക്കാനായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതും ചേർക്കാം. പ്രൂൺസ് ഒരു 150 ഗ്രാം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചെറീസ് ചേർക്കാം. ചെറീസ് ഇതേപോലെ നമുക്ക് ഷുഗറിൽ കോട്ട് ചെയ്ത് കിട്ടുന്നതാണ്, ഷുഗർ സിറപ്പിൽ കിടന്ന് കിട്ടും, മധുരമുള്ളതാണ്. കാൻഡീഡ് ചെറീസാണ്. ഇത് നമ്മൾ 150 ഗ്രാം തന്നെയാണ് എടുക്കുന്നത്. അടുത്തായിട്ട് ഓറഞ്ച്, കാൻഡീഡ് ഓറഞ്ച്, ഓറഞ്ച് വിളയിച്ചത്, അത് ഒരു കപ്പ്, 150 ഗ്രാം. കാൻഡീഡ് ജിഞ്ചർ, ഇഞ്ചി വിളയിച്ചത്, ഇതൊരു 100 ഗ്രാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏപ്രിക്കോട്ട്സ് ചേർക്കാം. ഇതേപോലെ കിട്ടും. ഞാൻ 100 ഗ്രാം ഏപ്രിക്കോട്ട്സ് ആണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അളവ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്, ഡ്രൈ ഫ്രൂട്ട് ചേർക്കാം. ഇതേപോലെ ക്യൂബ് ചെയ്ത് വെക്കുക. നൂറ് ഗ്രാം ഏപ്രിക്കോട്ട്സ്. അപ്പോൾ നമ്മൾ ചേർത്ത ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒരു 1850 ഗ്രാമാണ്. ഇത് 2 കിലോ തികയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് റൈസിൻസ് എല്ലാം കൂടെ, പല റൈസിൻസ്, സുൽത്താനായും പലതരത്തിലുള്ള ഉണക്കമുന്തിരിങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് 150 ഗ്രാം കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 2 കിലോ ഫ്രൂട്ട്സ് ആയിട്ടുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സോക്ക് ചെയ്യാം. അപ്പോൾ ഇത് പലതരത്തിൽ നമ്മൾ സോക്ക് ചെയ്യും. ഒന്നെങ്കിൽ ലിക്കർ ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ വൈൻ, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ ഹോം മെയ്ഡ് വൈൻ ഉണ്ടല്ലോ, ആ വൈൻ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് സോക്ക് ചെയ്യാം. ലിക്കർ ആണെങ്കിൽ കേക്ക് കേടുകൂടാണ്ട് കുറച്ച് നാളിരിക്കും. മാത്രമല്ല കേക്കിന് നല്ലൊരു ഫ്ലേവറും വരും. ലിക്കർ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനകത്തേക്ക് റമ്മോ ബ്രാൻഡിയോ ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ബ്രാൻഡിയാണ്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്.
ഒരു 1.5 കപ്പ് നിറച്ചെടുത്തു. കുറച്ച് ഹിഡായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്ന 1.5 കപ്പിനും 1.25 കപ്പിനും ഇടയ്ക്കാണ് എടുത്തേക്കുന്നത്. അത്രയും ലിക്കറാണ് ഒഴിച്ചേക്കുന്നത്. ഇനി ഇത് അടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് എല്ലായിടത്തും ആക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത്. ഞാനിന്ന് ബ്രാൻഡി വെച്ചിട്ട് സോക്ക് ചെയ്തു. അതിന് പകരം റം വെച്ചിട്ട് വേണമെങ്കിലും സോക്ക് ചെയ്യാം. അല്ല എങ്കിൽ നമ്മൾ ഓൾറെഡി വൈൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, വൈൻ വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആൽക്കഹോൾ ഒട്ടും ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ ഓറഞ്ച് പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്ത് വേണമെങ്കിലും ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ട് ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാം. ഇത് ആൽക്കഹോൾ ഉപയോഗിക്കുമ്പം കേക്കിൻ്റെ ഷെൽഫ് ലൈഫ് കൂടും എന്നുള്ളതാണ്, രുചിയും കൂടും. അപ്പോൾ ഇങ്ങനെ മിനിമം ഒരു 7 ദിവസമാണ് ഇത് വെക്കുന്നത്. ഒട്ടും സമയമില്ലെങ്കിൽ 2 ദിവസമെങ്കിലും ഇതേപോലെ സോക്ക് ചെയ്ത ശേഷം കേക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇത് 1 വർഷം വരെയൊക്കെ നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന കേക്ക്, റിച്ച് ഫുഡ് കേക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഇതേപോലെ ചെയ്തു വെക്കുക. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഇത് വെച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കാം. അടുത്ത വീഡിയോയിലൊക്കെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.